ജയിൽ ഡിഐജിക്കെതിരെ വിജിലൻസ് കേസെടുത്തു. ഡിഐജി വിനോദ് കുമാറിനെതിരെയാണ് കേസ്. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തെന്ന കണ്ടെത്തലാണ് കേസ്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനുള്ള തെളിവുകളും വിജിലൻസിന് ലഭിച്ചു. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വിജിലൻസ് സർക്കാരിന് കൈമാറും. സിജോ വി ജോൺ, സിജോ, എന്താണ് ഉണ്ടായത്? നടപടി എങ്ങനെ? സൈഫുദ്ദീൻ, ഈ ജയിലിലൊക്കെ നമ്മൾ സാധാരണ തടവുകാർക്കൊക്കെ സഹായം ചെയ്തു കൊടുത്ത സംഭവത്തിൽ ചെറിയ ഉദ്യോഗസ്ഥരൊക്കെ അറസ്റ്റിലാകുന്നതും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. ജയിൽ വകുപ്പിൻ്റെ DIG, ജയിൽ വകുപ്പ് ആസ്ഥാനത്തെ DIG ആണ് ഇപ്പോൾ ഈ ജയിൽ അധികൃതർ അല്ലെ ജയിലിലുള്ള ആളുകൾക്ക് തടവുകാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത്. അതായത് പരോളിലൊക്കെ തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായി പണം കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് 1,80,000 രൂപ എത്തിയതിൻ്റെ ആയിട്ടുള്ള തെളിവുകളും സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പേ വഴിയാണ് ഇത്തരത്തിൽ പണം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് സംഘം കടക്കുകയും ചെയ്തിരുന്നത്. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 ആണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തി ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് കൂടുതൽ കുരുക്കുമുറുകുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് ഒരു റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DIGക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്.